ചെറിയൊരു വിസ തരാം, ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് അവിടെ PR കിട്ടും, അങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്. അങ്ങയുടെ എക്സ്പീരിയൻസിൽ ഇത്തരം തട്ടിപ്പുകൾ, ആ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ എന്താണ് നമ്മുടെ പാരൻസും കുട്ടികളും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലേബേഴ്സ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ഒരു കൺസൾട്ടന്റിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് നമ്മൾ അറിയണം. സോ മോസ്റ്റ്ലി ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറിനെ ഈ ലീഗലായിട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്ലൈ വേൾഡ് എന്ന് പറയുമ്പോൾ വി ആർ അബവ് ദോസ് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ബിക്കോസ് വി ആർ എ ഇമിഗ്രേഷൻ ലോ ഫേം ഇൻ ഓസ്ട്രേലിയ ആൻഡ് വി ഹാവ് എ പ്രസൻസ് ദർ. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഓഫ് ഷോർ ഇന്ത്യയിൽ അഡ്വൈസ് അല്ലാണ്ടും, വിച്ച് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സ്, but we also have offices in Australia. So when the student lands there, from the time he lands till his future of settlement there, we are there to advise them correctly. പക്ഷെ കുറെ ഏജൻറ്റ്സ് പറയും നമ്മൾ ഏജൻറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ they can do some of the processes. പക്ഷെ അവർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡോക്യുമെന്റേഷൻ അറിഞ്ഞൂടെങ്കിൽ they can put you in danger of risk of getting a rejection, even if it is a good profile. So you have to be very careful who you are working with. അതുപോലെ പുതിയ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് നമുക്കറിയാം AI, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ഒരുപാട് കോഴ്സുകളാണ് ഇപ്പോൾ. അതിൻ്റെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ എന്തൊക്കെയാണ് അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്? പ്രത്യേകിച്ചും ഏത് രാജ്യമായിരിക്കും ചൂസ് ചെയ്യുന്നത് നല്ലത്? ഓസ്ട്രേലിയ ആണോ, ന്യൂസിലാൻഡ്, അയർലൻഡ്, UK പോലുള്ള, അത് അങ്ങ് ഇവിടെ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ? നമ്മൾ ഡെസ്റ്റിനേഷൻസ് നോക്കുമ്പോൾ വൈ ഓസ്ട്രേലിയ ഇസ് പോപ്പുലർ ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. അപ്പോൾ സ്റ്റുഡൻസിന് ഒരു അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമുള്ള ഒരു കൺട്രിയാണ്. പിന്നെ ഇറ്റ്സ് എ ബിഗ് കൺട്രി, has about 8 regions. പക്ഷെ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, വൈ ഇറ്റ് ഇസ് ഡെവലപ്ഡ് എക്കോണമി എന്ന് പറയുന്നത് അവരുടെ മിനറൽ റിസോഴ്സസ്, റെയർ എർത്ത് മിനറൽസ് ആണ്. ഓസ്ട്രേലിയയിൽ ഒത്തിരി റിന്യൂവബിൾ എനർജിയും റിസോഴ്സ് മാനേജ്മെന്റ് കാരണം ദേ ആർ മൂവിങ് ഇൻ ടു അഡ്വാൻസ് മാനുഫാക്ചറിങ് ഫോർ ദ ഫ്യൂച്ചർ. Let it be space technology, which is happening a lot in South Australia, in Adelaide. So സ്റ്റുഡൻസിന് ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൊരു പഠനം എടുത്ത് അവിടെ ഫ്യൂച്ചർ ഉണ്ടാക്കാം. ദേ ക്യാൻ സെറ്റിൽ ദെയർ, ബട്ട് ദിസ് ക്യാൻ ടേക്ക് ദം എനിവെയർ ഇൻ ദ വേൾഡ് ഓൾസോ, ബിക്കോസ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടാണ്. സോ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഓസ്ട്രേലിയ, ദാറ്റ് ദേ ഹാവ് എ ലോട്ട് ഓഫ് മിനറൽ റിസോഴ്സസ് ആൻഡ് ദേ ആർ ലുക്കിംഗ് അറ്റ് സംതിങ് കോൾഡ് എ ഫ്യൂച്ചർ ടെക് made in Australia, like make in India we had. Yes. They want to do made in Australia for the future.